നമ്മളിപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കുന്നു. അത് ഏത് സമയത്തും എത്താം എന്നുള്ളതാണ്. മാർച്ച് ആദ്യ വാരത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പൊതുവെ കരുതുന്നത്, അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ എന്ന ഒരു മട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നു, മുന്നണികൾ നീങ്ങുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തയ്യാറെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്നത് CPIMൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടിയാണ്. അത്തരം വിവരങ്ങൾ കുറെ കൂടി സജീവമാകുന്ന ഒരു സമയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി CPIM മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരും എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. രാവിലെ AKG സെന്ററിന് മുന്നിലാണ് അല്ലേ? തീർച്ചയായും ഇന്നേതായാലും ശരത് സൂചിപ്പിച്ചതുപോലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ ചേരുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ലൈവ് നൽകാം എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നു. അതിനനുസരിച്ചുള്ള തീരുമാനവും ഉണ്ടായേക്കാം. കാരണം ഈ കമ്മിറ്റി ചേരുമ്പോൾ തന്നെ മാധ്യമങ്ങളുടേതായ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കാം ഇന്ന് പകല്. എങ്കിലും ഇന്ന് ഇക്കാര്യത്തിൽ CPIMൻ്റെ ഒരു തീരുമാനം വരുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനയോ വിവരമോ ഉണ്ടോ? ശരത്, ഏതായാലും തെരഞ്ഞെടുപ്പ് ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ആയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് CPIMും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ LDF ചേർന്നുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു. ഒരു ദിവസത്തെ LDF യോഗത്തിൽ തന്നെ കാര്യങ്ങൾ എല്ലാം തന്നെ ധാരണയായിരുന്നു. തുടർന്നാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഓരോ പാർട്ടികളും കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. CPIMൻ്റെ ഒരു രീതി പ്രകാരം ജില്ലാ കമ്മിറ്റികൾ തീരുമാനിച്ച് ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണ് സംസ്ഥാന കമ്മിറ്റി ആ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും രാവിലെ ചേരുന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും. ഇതിൽ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ പരിശോധനകൾ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് അതായത് LDF പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം LDF കൺവീനറും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും കൃത്യമായ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യമുണ്ട്. കാരണം വലിയ തോതിൽ തെറ്റായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്ന BJP സർക്കാർ, അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാനം മാത്രമാണ്, സംസ്ഥാനത്തെ MP-മാർ ആ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രാതിനിധ്യം അവിടെ വേണ്ടതുണ്ട്. അതിൽ CPIM ആണ് മുന്നിട്ട് നിൽക്കുന്നത്, ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ CPIMൻ്റെ സ്വരം കൂടുതലായി അവിടെ ഉയർത്തുവാൻ വേണ്ടി ആ രീതിയിൽ വിജയസാധ്യതയുള്ള കൂടുതൽ സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ CPIMൽ നടക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയൊക്കെ ഇന്നത്തെ ഈ യോഗങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളുടെ പട്ടിക അത് കഴിഞ്ഞ ആഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ തന്നെ മാധ്യമങ്ങളുടേതായിട്ടുള്ളൊരു പട്ടികയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെയും പതിവിൽ നിന്നും പതിവ് തെറ്റിക്കാത്ത രീതിയിൽ തന്നെ അത്തരത്തിലുള്ള പട്ടികകളൊക്കെ പുറത്തു വരും. പക്ഷേ കൃത്യമായ രീതിയിൽ CPIMന് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ആ രീതി പ്രകാരം തന്നെയായിരിക്കും ചർച്ചകൾ നടക്കുക. തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുക. ശരത്ത്, ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ രാവിലെ സെക്രട്ടേറിയറ്റ് യോഗവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റിയും എന്നാണോ? 15 സീറ്റിൽ മുന്നണി ധാരണ അനുസരിച്ച് ഇത്തവണ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. മുൻപ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ CPI 4, കേരള കോൺഗ്രസ് ഇപ്പോൾ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ 15 CPIMൻ്റെ സ്ഥാനാർത്ഥികൾ ആര് എന്നതിലേക്കാണ് ഇന്നിപ്പോൾ CPIMൻ്റെ ഈ 2 നേതൃയോഗങ്ങളും വളരെ കാര്യമായി വലിയ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോകും. ആ ചർച്ചകൾ ഇതിനോടകം തന്നെ പല നിലയ്ക്കും ഒരു പാർട്ടി എന്ന നിലയിൽ CPM ആരംഭിച്ചിട്ടുണ്ടാകാം. ഈ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സുപ്രധാന യോഗം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ 2 യോഗങ്ങളും
കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് അല്ലേ? തീർച്ചയായും CPI-ന്റെ സ്ഥാനാർത്ഥി പട്ടിക അത് എന്നും ഏവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് CPI ഓരോ സ്ഥാനാർത്ഥികൾക്കും. കാരണം വിജയസാധ്യത തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമായി തന്നെ CPI എടുത്തിട്ടുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റികൾക്ക് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റികൾ ഓരോ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ അതെല്ലാം പൂർത്തിയാക്കിയാണ് ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഈ ഒരു പട്ടിക അവതരിപ്പിക്കുക. ഏതായാലും അതിൽ ഉള്ളൊരു പരിശോധന പൂർത്തിയാക്കിയായിരിക്കും ഇന്ന് ചേരുന്ന നേതൃയോഗങ്ങൾ ഈ പട്ടികകൾ പരിശോധിക്കുകയും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും. ശരത്, പ്രതീക്ഷിക്കാവുന്നത് സ്വാഭാവികമായും പുതുമുഖ സ്ഥാനാർത്ഥികൾ വിജയസാധ്യത ഏറ്റവും അധികം വിജയസാധ്യതയുള്ളവരിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യമുണ്ട്. വിശേഷിച്ച് സിറ്റിംഗ് സീറ്റായിട്ടുള്ളത് ആലപ്പുഴ മാത്രമാണുള്ളത്. മാരിഫ് MP മാത്രമാണ് ലോക്സഭ MP ആയിട്ട് CPI-നെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 15-ൽ 14 സിറ്റിംഗ് MP എന്ന നിലയ്ക്കാണ് ഞാനിത് മാറ്റിവെച്ച് സംസാരിച്ചത്. അത് ആരാവണം സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ CPI ഇന്നത്തെ യോഗങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അതിലൊരു വ്യക്തതയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെയും വിജയസാധ്യതയുള്ള പുതിയ സ്ഥാനാർത്ഥികൾ, പുതുമുഖ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ലോക്സഭയിലേക്ക് നമുക്ക് പലരെയും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിലാരൊക്കെയും വേണമെങ്കിൽ സിറ്റിംഗ് MLA-മാർ വരാം, മന്ത്രിമാർ വരാം, അല്ലെങ്കിൽ നിലവിൽ MP-മാരായിരിക്കുന്ന ലീഡർഷിപ്പിലൊക്കെയുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ വരാം. അങ്ങനെ പല നിലയ്ക്കും ഒരു മണ്ഡലത്തിൻ്റെ വിജയസാധ്യതയിൽ, വിജയഘടകങ്ങളിൽ ഏറ്റവും സാധ്യതയുള്ള ഒന്നാം പേരിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്നടക്കം തീരുമാനമാകാൻ പോകുന്ന പട്ടിക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നുകൂടിയല്ലേ ഷീജ? തീർച്ചയായും ശരത്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. കേരളം കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് CPI-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത്. ഇതിൽ പ്രധാന ഘടകങ്ങൾ ഇത് തന്നെയാണ്. ഈ വിജയസാധ്യത എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പുതുമുഖ സ്ഥാനാർത്ഥികൾക്ക് ഇടം നേടാൻ സാധിക്കുന്നതായിരിക്കും, യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം ഉണ്ടാകുന്നതായിരിക്കും, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ നിലവിൽ MLA-മാർ, മന്ത്രിമാർ എന്നിവർ അടക്കം ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് വിജയം എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ് പ്രധാനമായും എത്തുന്നത്. ആ ഒരു വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇവർക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പരിഗണിക്കുന്ന ഒരു പട്ടിക അത് തന്നെയാണ് CPI-ന്റെ പട്ടിക ആയി പ്രഖ്യാപിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിലുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി തന്നെയാണ് ജില്ലാ കമ്മിറ്റികൾ കൃത്യമായിട്ടുള്ള തീരുമാനം ഇവിടെ സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിക്കുക. പ്രത്യേകിച്ചും വിജയസാധ്യതയ്ക്കൊപ്പം തന്നെ വിജയസാധ്യത കണക്കിലെടുത്ത് ഓരോ സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കുമ്പോൾ തന്നെ എല്ലാ മേഖലയ്ക്കുമുള്ളൊരു പ്രാധാന്യം അതുകൂടിയാണ് ഇതിൽ നിർണായകമാകുന്നത്. ശരത്, ശരി ഷീജ, അപ്പോൾ ഇന്ന് ആ വാർത്തകളുമായി സജീവമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ആ വാർത്തകൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഷീജയ്ക്കാണ്. ഷീജ രാവിലെ തന്നെ AKG സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം സംസ്ഥാന സമിതിയൊക്കെ നടക്കുമ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ തന്നെയാവും, ഒരു മാധ്യമ പട തന്നെ അവിടെ വാതിക്കൽ പ്രതീക്ഷിക്കുക അല്ലേ ഷീജ? തീർച്ചയായും രാവിലെ ഇപ്പോൾ നമ്മൾ ലൈവ് നൽകുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ മാധ്യമപ്പട ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെയാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഇടതും വലതുമായി വലിയൊരു മാധ്യമപ്പട ഇപ്പോൾ തന്നെ സജ്ജമാണ്. ചേർത്ത് ശരി, മാധ്യമ റിപ്പോർട്ടിങ്ങിൽ ഇടതും വലതും എങ്ങനെ എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്നൊക്കെ ഇന്ന് കാണാം. ശരി ഷീജ, ഓക്കെ, താങ്ക് യു. അപ്പോൾ രാവിലെ തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് വന്നത്. CPI-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി യോഗങ്ങളിലേക്ക് ഇന്ന് CPI കടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് AKG സെൻറ്ററിന് മുന്നിൽ നിന്ന് നൽകിയത്.